ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഓണത്തിന് മുല്ലപ്പൂ കിട്ടില്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. വെറും 15 രൂപ ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് മുല്ലപ്പൂ ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഈ ടിഷ്യൂ പേപ്പർ ഈ കാണുന്നത് പോലെ നമ്മളിങ്ങനെ മടക്കിയെടുക്കുക. മടക്കിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇതേ കാണുന്നത് പോലെ മടക്കി എടുത്തിട്ട് ഇതിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ കത്രികയിട്ട് മുറിച്ചെടുക്കുക. രണ്ടറ്റവും ഇതേപോലെ മുറിച്ചെടുക്കുക. കൂർത്തായിട്ടിരിക്കേണ്ട, നമുക്ക് മുല്ലപ്പൂവിൻ്റെ ആ ഒരു ഷേപ്പിനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ കാണുന്നത് പോലെ മുറിച്ചെടുത്താൽ മതിയായിരിക്കും. ഇതിനെ നമ്മൾ ഇതുപോലെ നൂത്തെടുക്കുമ്പോൾ ഇതേപോലെ കിട്ടും. ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് നിന്ന് ഇതായിട്ട് നമുക്കിതിനെ എടുക്കാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ ഈ 4 എണ്ണം വരുന്ന രീതിക്ക് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ 4 എണ്ണം വരുന്ന രീതിക്ക് നമ്മളിതിനെങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തതിന് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ഇതിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതേപോലെ നമുക്ക് എത്ര മുല്ലപ്പൂവാണ് വേണ്ടിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് അത്രയും ക്വാണ്ടിറ്റിയിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ മുല്ലപ്പൂ വേണമെന്നുള്ളവർക്കാണെങ്കിൽ അത്ര ഇതായിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് എടുക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ കുറച്ചും കൂടെ ഒറിജിനാലിറ്റി തോന്നിക്കാനായിട്ട് അതിൻ്റെ ആ ഒരു തണ്ടും കൂടെ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് പച്ചയും മഞ്ഞയും കളറാണ് നമ്മളിതിലോട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഭയങ്കര ഡാർക്കായിട്ടൊരു പച്ച എടുത്തു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എറിച്ച് നിൽക്കും. അതുകൊണ്ട് നമ്മൾ പച്ചയിലൂടെ കുറച്ച് മഞ്ഞയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ അതിനൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. ഇനി നമുക്കിതിനെ കെട്ടിയെടുക്കാം. ഇതിന് ഞാൻ സാധാരണ ഒരു നൂലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നൂല് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സാധാരണ മുല്ലപ്പൂ കെട്ടുന്ന രീതിയിൽ തന്നെയാണ് ഞാനിത് കെട്ടിയിരിക്കുന്നത്. ഇനി ഇങ്ങനെ കെട്ടാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സൂചിയിൽ കോർത്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ ഇത് ഇഷ്ടമായുള്ളവർ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചിലവ് കുറഞ്ഞ രീതിക്ക് നമുക്ക് മുല്ലപ്പൂ എത്ര വേണോ ഉണ്ടാക്കി എടുക്കുന്നതാണ്.